വന്ദേ മാതരം സുജലാ സുബലാ മനയജ ശീതളാ സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം. ഹലാൽ, രാഷ്ട്രീയം, മതം, ഭീകരത, ഇതിൻ്റെ തുടക്കത്തിൽ വേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് ചരിത്രം അതുകൂടി ആവശ്യമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, എല്ലാ കാര്യങ്ങളും പരസ്പര ബന്ധിതങ്ങളാണ്. എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ എവറിഥിങ് എൽസ് എന്ന് നമ്മൾ എക്കണോമിക്സിൽ പറയാറുണ്ട്. അതുപോലെയാണ്, എല്ലാം പരസ്പര ബന്ധിതങ്ങളാണ്. ഇപ്പോൾ ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെറിയ യുദ്ധങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് വാളൊക്കെ, ഇരുമ്പൊക്കെ കണ്ടുപിടിക്കുന്നതിന് മരക്കഷ്ണങ്ങളും കല്ലും അതൊക്കെ ഉപയോഗിച്ചാണ് മനുഷ്യർ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ യുദ്ധങ്ങൾ നടത്തിയിരുന്നത്. അതിനുശേഷം ഇരുമ്പും മറ്റ് ലോഹങ്ങളും കണ്ടുപിടിച്ചു, ആ യുദ്ധങ്ങളുണ്ടാക്കി. അതിനുശേഷം ഇപ്പോൾ ചൈനയിലാണ് വെടിമരുന്ന് കണ്ടുപിടിച്ചെങ്കിലും വെടിമരുന്നിൻ്റെ വെടിക്കോപ്പുകൾ കൂടുതലാക്കി ഉണ്ടാക്കിയത് യൂറോപ്യന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യൂറോപ്യന്മാർ ഇപ്പോൾ റെനേസാൻസിന് ശേഷം, പ്രത്യേകിച്ച് 14-ാം നൂറ്റാണ്ടിന് തുടങ്ങി, ആവിക്കപ്പലുകളും അതുപോലെ വെടിക്കോപ്പുകളും വെച്ച് ലോകം കീഴടക്കി കോളനികൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം ലോക മഹായുദ്ധം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്ത് ഉണ്ടായ മാറ്റങ്ങളിലെ യുദ്ധങ്ങളുണ്ട്. അതിനുശേഷമാണ് ന്യൂക്ലിയർ യുദ്ധങ്ങൾ വന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നിലനിൽക്കുന്ന അന്തരീക്ഷം എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യത്തെ ആയുധവൽക്കരിച്ച് ആരും അറിയാതെ യുദ്ധം നടത്തുക എന്നുള്ളൊരു തന്ത്രമാണ്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്ത്യ വളരെ പ്രാചീനമായ സംസ്കാരമുള്ള രാജ്യമാണ്. ആ പ്രാചീന സംസ്കാരത്തിൻ്റെ ആദ്യ കാലഘട്ടം കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇതെൻ്റെ വ്യക്തിപരമായ ഒപ്പീനിയനാണ്, നമ്മൾ പുറത്തുനിന്ന് വരുന്ന എല്ലാവരെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. നമ്മളവരോട് പറയും ലോകസമസ്ത സുഖിനോ ഭവന്തു ഒക്കെ പറയും. അങ്ങനെ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അവരുടെ ആചാരം എന്താണ്, അവരുടെ മതം എന്താണ്, മറ്റ് ഒരു കാര്യവും നോക്കാതെ തന്നെ അവരെല്ലാം സ്വാഗതം ചെയ്ത് അവരുടെ ആരാധനാലയങ്ങളും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഇസ്ലാം മതം വന്ന സമയത്ത് അവർക്ക് സ്ത്രീകളെ വരെ കൊടുത്തിരുന്നത്, 12 സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കൊടുത്തിരുന്നത് പോലും ഇവിടുന്നാണ്. അതുപോലെ ക്രിസ്ത്യൻ മതം വന്നിരുന്നപ്പോഴും ഒക്കെ. പക്ഷെ അതിൽ എന്താണ് പറഞ്ഞിരുന്നതെന്ന് ഇവർ നോക്കിയിട്ടില്ല. വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ഗുരുക്കന്മാരും ഇതിനെല്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഇതെല്ലാം വായിച്ചു നോക്കിയിരുന്നു. കാരണം നമ്മളെല്ലാത്തിനെയും സ്വാഗതം ചെയ്യുന്നവരാണ്. ഏകം സത് വിപ്ര ബഹുധ വദന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. അത് തന്നെയാണോ മറ്റുള്ളവരും പറയുന്നതെന്ന് നമ്മൾ നോക്കിയിട്ടില്ല. ഏതായാലും നമ്മൾ ഇതിനെല്ലാം സ്വാഗതം ചെയ്തു. ഈ സ്വാഗതം പുറത്തുനിന്നുള്ളവർക്ക് കൊടുക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേർക്കും അതിന് അവസരമുണ്ടാകാതെ അവര് കഠിനമായ ജാതി ഭേദങ്ങളിൽ മുഴുകി അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയുടെ അപജയത്തിന് പ്രധാന ഒരു കാരണവും ഇത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ചരിത്രം പഠിക്കുക. ചരിത്രം പഠിക്കാത്തവർ ചരിത്രം ആവർത്തിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്ന ഹലാൽ എന്നൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അത് മാത്രമല്ല കാര്യം. ഇപ്പം 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം മിക്കവാറും എല്ലാ കോളനികളും, ബ്രിട്ടൻ്റെ മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിലെയും കോളനികൾ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറി. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും കൂടി അടിസ്ഥാനത്തിൽ മാറിപ്പോയി. അവർക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം വേണമെന്ന് പറഞ്ഞു, രാജ്യം കൊടുത്തു, മാറിപ്പോയി. പക്ഷേ ഇന്ത്യ പിന്തുടർന്നത് മതേതര സമ്പ്രദായമായിരുന്നു. ആ മതേതര സമ്പ്രദായം വാസ്തവത്തിൽ ഇവിടെ നിലനിൽക്കണമായിരുന്നുവെങ്കിൽ എന്ത് വേണമായിരുന്നു?
ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ യൂണിഫോം സിവിൽ കോഡ് വേണമായിരുന്നു. പക്ഷെ അന്ന് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയും ഈ മതേതരത്വം പിന്നീട് 1976 നമ്മുടെ ഭരണഘടനയിൽ കുത്തിച്ചേർത്ത ഇന്ദിരാഗാന്ധി അടക്കം ആരും യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ഒരു മതേതര രാജ്യമാക്കി കൊണ്ടുവരണമെങ്കിൽ അതിനൊരു നടപടി എടുത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ ഒരിക്കലും ആ മതേതരത്വം നിലയിൽ വന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിനൊരു സംവിധാനം ഉണ്ടാക്കാതെ, മതങ്ങളെ മുഷിപ്പിക്കാതെ, ശരിക്കും പറഞ്ഞ മതപ്രീണനം നടത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ രാജ്യം പോയത്. അപ്പൊ അതുകൊണ്ട് അന്ന് പാകിസ്ഥാൻ ഉണ്ടായി, പാകിസ്ഥാൻ മത രാഷ്ട്രമായിട്ടുണ്ടായി. അതേസമയം തന്നെയാണ് ഏകദേശം 48 ഇസ്രായേൽ ഉണ്ടായത്. വാസ്തവത്തിൽ ലോകത്ത് നടക്കുന്ന മിക്കവാറും എല്ലാ ടെററിസം ഇപ്പോൾ പെൽറ്റിറ്റികളൊക്കെ തീർന്നു, ബാക്കി എല്ലാ ടെററിസത്തിന്റെ അടിസ്ഥാനം ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ്. ഒന്ന്, ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ. രണ്ട്, പാകിസ്ഥാന് ഇന്ത്യയോടുള്ള വിരോധവും കാശ്മീർ ഇഷ്യൂവും ഒക്കെ തുടർന്നുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ പാകിസ്ഥാൻ 65 71 ഇന്ത്യയായിട്ട് യുദ്ധം നടത്തി നോക്കി. രണ്ടാമത്തെ പ്രാവശ്യം വളരെ മോശമായിട്ട്. അതിന് മുൻപ് ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 71 യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ മനസ്സിലായി ഇന്ത്യയെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സുൽഫിക്കർ അലി ഭൂട്ടോ അടക്കമുള്ളവർ തീരുമാനിച്ചു, ബ്ലീഡ് ഇന്ത്യ ബൈ 1000 cuts, 1000 മുറിവുകളിലൂടെ ഇന്ത്യയെ രക്തം വാർത്തി ഇല്ലാതാക്കുക എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന യാഹ്യ ഖാനും എല്ലാവരും കൂടി ചേർന്ന പരിപാടികളാണ് ഈ ഖലിസ്ഥാൻ മൂവ്മെന്റും. അതുപോലെ ഇന്ത്യയിലെ തീവ്രവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നിടത്തെല്ലാം തീവ്രവാദം ഉണ്ടാക്കുക. ഇപ്പൊ കാശ്മീരിലെ തീവ്രവാദം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത്ര അകലെയുള്ള കേരളത്തിലോ? ഇതേ സമയത്ത് തന്നെ സംഭവിച്ച മറ്റൊരു കാര്യമാണ്, ഗൾഫിൽ ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതിലൂടെ വളരെയേറെ പണം സമ്പാദിക്കുന്ന ഒരു മേഖലയായിട്ട് മാറി. അന്ന് ആ സമയത്ത് ഗൾഫിലുണ്ടായിരുന്ന സിദ്ധാന്തങ്ങൾ പലപ്പോഴും വഹാബിസവും സലാഫിസവും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നതാണ്. ഈ 50 വർഷം കഴിഞ്ഞ് ഇപ്പം തിരിച്ചു നോക്കുമ്പോൾ അതെല്ലാം അവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അന്ന് അവിടേക്ക് പോവുകയും അതിനുശേഷം വന്ന മാറ്റങ്ങളുമാണ് ഈ ഹലാലിൻ്റെ കാര്യത്തിലും കാര്യമായിട്ട് സംഭവിച്ചത്. അപ്പം നമുക്കറിയാം, കേരളത്തിലൊക്കെ നമ്മുടെ വസ്ത്ര സംവിധാനത്തിൽ വന്ന മാറ്റങ്ങൾ, ഭക്ഷണ കാര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ASP ആയിട്ട് ആദ്യമായിട്ട് പോകുന്നത് കാസർഗോഡാണ്. അന്ന് നമ്മൾ ഈ വർഷത്തിലുള്ള സ്ത്രീകൾ അവിടെ കാണില്ല, അത്യപൂർവമാണ്. ഇന്ന് നേരെ മറിച്ചാണ്. ഇത് കേരളം മുഴുവനുണ്ട്. ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ മിക്കവാറും ഒരു വലിയ മാംസ ബുക്കുകളുടെ കേന്ദ്രമായിട്ട് മാറി. ഏറ്റവും കൂടുതൽ മാംസം കഴിക്കുന്നവർ ഒരു പക്ഷേ ഹിന്ദു സമൂഹത്തിൽ ഉള്ളവർ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെയുള്ള കുറേയധികം വീടുകൾ ഇപ്പം അടുത്ത കാലത്തായിട്ട് ക്യാൻസറൊക്കെ വരുന്നു പറഞ്ഞ് കുറച്ച് പേര് അല്പം കുറച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ വലിയൊരു മാംസ ബുക്കുകളുടെ ഒരു സ്വഭാവവും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പാകിസ്ഥാനും അതുപോലെ അതിനെ തുടർന്നുള്ള സംഗതികളുമാണ് നമ്മളെ പ്രധാനമായിട്ടും ടെററിസത്തിൻ്റെ ഭാഗത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ മറ്റൊരു വിഭാഗമുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ കൂടുതൽ പറയുന്നില്ല. അത് ബ്രേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. രാജീവ് മൽഹോത്രയും അരവിന്ദൻ നീലകണ്ഠനും കൂടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏതെല്ലാം വിധത്തിൽ ഇന്ത്യയെ തകർക്കണം. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായിട്ട് വന്നിട്ട് 1960-കളോടുകൂടി NCERT എന്ന് പറയുന്ന സ്ഥാപനം, കുട്ടികൾ പഠിക്കാനുള്ള ബുക്കുകൾ, ഇവരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തത് മാർക്സിയൻ ചിന്താഗതിക്കാർക്കാണ്. ആ മാർക്സിയൻ ചിന്താഗതിക്കാർ അവർ ആലോചിച്ചുണ്ടാക്കിയ ചരിത്രമാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ലവ് ജിഹാദിനോടനുബന്ധിച്ച് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. എന്താണത്? മുഗൾ സാമ്രാജ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും, ഹിന്ദുക്കളുമായിട്ടുള്ള ഇതിനു വേണ്ടി നല്ല ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി ഹിന്ദു രാജകുമാരിമാരെ വിവാഹം കഴിച്ചിരുന്നു. തിരിച്ച് ഏതെങ്കിലും മുസ്ലിം രാജകുമാരിമാരെ ഹിന്ദു രാജകുമാരന്മാർക്ക് വിവാഹം കഴിച്ചിരുന്നോ ഒരു ചോദ്യം ആരും ചോദിക്കില്ല. അതില്ലായിരുന്നു. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു ചരിത്രം കംപ്ലീറ്റ് മാറ്റിയിട്ടാണ് നമ്മുടെ വിവിധ തലമുറകളെ, ഒരുപക്ഷെ കേരളത്തിലൊക്കെ ഇത്രയധികം പേര് ഈ സനാതന ധർമ്മത്തിനൊക്കെ എതിരാകാൻ കാരണം അതിനെപ്പറ്റി ഒന്നും പഠിക്കാതെയും ഒന്നും അറിയിപ്പിക്കാതെയും എതിർത്തും അവരെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഗൾഫ് മേഖലയൊക്കെ വന്ന സമയത്ത് അവിടേക്ക് അവരുടെ
തത്വങ്ങളനുസരിച്ച് ഹലാൽ ഭക്ഷണം വേണം എന്ന് ആവശ്യം വന്നപ്പോഴാണ് പലപ്പോഴായി ഹലാലിൻ്റെ മുദ്രകളും അവിടേക്ക് കയറ്റുകയെങ്കിൽ അത് സ്വീകരിക്കണമെങ്കിൽ, കാരണം അവിടെ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. അങ്ങനെയാണ് വന്നത്. ഇപ്പോൾ ഖുറാനിൽ തന്നെ 2-ാം അധ്യായം 172-173 ആയത്തുകളിൽ നോക്കിയാൽ അറിയാം. 172 പറയുന്നത്, സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചുകൊള്ളുക, അല്ലാഹുവോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. അടുത്തതിൽ പറയുന്നത് 173 ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവന് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇത്ര കാര്യങ്ങളാണ് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായാൽ, ഇപ്പോൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കേണ്ടി വന്നാൽ അവൻ്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അന്യഭാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഇതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതനുസരിച്ച് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങൾ പറഞ്ഞു ഇതിൽ പന്നിയുടെയൊക്കെ ചേർത്തെന്നാ, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാനായതുകൊണ്ട് കുഴപ്പമില്ലാന്ന് അവർ പ്രഖ്യാപിക്കാൻ കാരണം ഇത് വെച്ചിട്ട് തന്നെയാണ്. ഇനി ഇതേ പാരലിൽ നമ്മൾ ക്രിസ്ത്യൻ മതത്തിൽ നോക്കിയാൽ, ഇത് ക്രിസ്ത്യൻ മതത്തിൽ ഇത് ബൈബിളിൽ 1 കൊറിന്ത്യർ 10:27-30 വരെയുള്ള വരികളിലാണ്, അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവിൻ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. മനസാക്ഷി എന്ന് ഞാൻ പറയുന്നത് തൻ്റേതല്ല മറ്റവൻ്റേതത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യമനസാക്ഷിയിൽ വിധിക്കപ്പെടുന്നത് തൻ്റേതല്ല മറ്റവൻ്റേതത്രേ. എൻ്റെ സ്വാതന്ത്ര്യം അന്യമനസാക്ഷിയാൽ വിധിക്കപ്പെടുന്നത് എന്തിന്? നന്ദിയോടെ അനുഭവിച്ച് സ്തോത്രം ചെയ്ത് സാധന നിമിത്തം ഞാൻ രക്ഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഇതാണ് ഇതിന് സമാന്തരമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഹലാൽ മുദ്ര വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു ആവശ്യം. അത് ഇസ്ലാമിക് സ്റ്റേറ്റുകളിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾ. അങ്ങനെ വന്നിട്ട് അത് ഈ ഇന്ത്യയിൽ അതിൻ്റെ പ്രാതിനിധ്യം ഇപ്പോൾ മുസ്ലിം മതത്തിന് മാത്രമല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഏതനുസരിച്ചാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 അനുസരിച്ചാണ് ഈ ഭക്ഷണങ്ങളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് അതെല്ലാം നിയന്ത്രിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മതത്തിൻ്റെ സർട്ടിഫിക്കേഷൻ പറയുന്നേ ഇല്ല നിയമത്തിൽ. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഹലാൽ സർട്ടിഫിക്കേഷനോ മറ്റൊരു സർട്ടിഫിക്കേഷനോ ഏതെങ്കിലും കൊടുക്കാനായിട്ട് നിയമപരമായിട്ട് സാധിക്കുമോ? ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഹലാൽ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഹലാൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഹലാൽ സർട്ടിഫിക്കേഷൻ സർവീസസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ജമായത്ത് ഉൽമ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് യൂണിറ്റ് ഓഫ് ജമായത്ത് ഉൽമ ഹിന്ദ് ഹലാൽ ട്രസ്റ്റ്, ഈ 4 സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു സാധനത്തിൽ അടിച്ചു ചേർക്കാനായിട്ട് ഇന്ത്യയിൽ ഏതെങ്കിലും നിയമം അനുവദിക്കുന്നുണ്ടോ? അഥവാ അങ്ങനെ അനുവദിക്കില്ല, ആരും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഒരു കോടതിയിൽ പോയി ചോദിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് ഗവൺമെന്റിനോട് കോടതിയോടും ചോദിക്കേണ്ട കാര്യമാണ്. രണ്ടാമത് അങ്ങനെ അത് അനുവദനീയമാണെങ്കിൽ നോൺ ഹലാൽ സർട്ടിഫിക്കറ്റും കൊടുക്കാനായിട്ട് പ്രൈവറ്റായിട്ട് തന്നെ അനുവാദം ഉണ്ടാകുകയില്ലേ? ഇനി ഇപ്പം ഇസ്ലാം മത വിശ്വാസികൾ ഹലാലായിട്ടുള്ള സാധനങ്ങളെ കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. നോൺ ഹലാലായിട്ട് ഇപ്പോൾ കോസ്മെറ്റിക് ഐറ്റംസിലൊക്കെ ഹലാലായിട്ടുള്ള ഹലാലല്ലാത്ത ഹറാമായിട്ടുള്ള ഭാഗങ്ങൾ വരാതിരിക്കാനാണ് മറ്റ് ഐറ്റംസ് കുറേയധികം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഏകദേശം 50,000-ഓളം ഐറ്റംസ് ഹലാലിൻ്റെ ഇതിൽ ലിസ്റ്റിൽ വരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോൺ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? അതുപോലെ ഇപ്പോൾ ഒരു ഷോപ്പിൽ ഹലാൽ ഉൽപ്പന്നങ്ങൾ വെക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായിട്ടും ഹലാൽ അല്ലാത്ത ഉൽപ്പന്നങ്ങൾ പ്രത്യേകമായിട്ടും വെക്കണ്ടേ? ഇപ്പോൾ പപ്പടമുണ്ട്. ഇപ്പം ഞാനെന്തിന് ഹലാൽ പപ്പടം എടുക്കണം? എനിക്ക് ഹലാൽ അല്ലാത്ത പപ്പടം എടുത്തൂടെ? പപ്പടം ഇവിടെ കൊടുത്തോണ്ട് ചോദിച്ചാൽ
നമ്മുടെ കറണ്ട് പോയതിൻ്റെ കാര്യം പറയുന്ന പോലെയാണ്. നമ്മൾ പരസ്യങ്ങൾ കാണുന്നുണ്ട്. എന്താ കാണുന്നത്? കഴിഞ്ഞ 5 വർഷമായി പവർ കട്ടില്ല. പക്ഷെ സാമാന്യം ഒരു ദിവസം 7-8 പ്രാവശ്യമെങ്കിലും കറണ്ട് പോകും. ഇതാണ് സ്ഥിതി. പക്ഷെ പവർ കട്ടില്ല. കാരണം പവർ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ അധികമൊന്നും കേരളത്തിലില്ല. അതുകൊണ്ട് പവറിൻ്റെ കട്ട് ആവശ്യമില്ല. ആ സ്ഥിതിയിലെത്തി. മാത്രമല്ല, എൻ്റെ അനുഭവം എപ്പോഴും എന്താണെന്ന് വെച്ചാൽ, എവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പരസ്യം വേണ്ടി വരുന്നത്? സാധനം വഞ്ചനാപരമോ അല്ലെങ്കിൽ മോശമായിരിക്കുമ്പോഴാണ്. നല്ല സാധനത്തിന് പരസ്യം അധികം വേണം. ഒന്നാം തരം സാധനമാണെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്, ആൾക്കാർ പരസ്പരം പറയും ഇതായിരുന്നു ഒന്നാം തരം സാധനമാണ്, അതിന് സെയിൽസ് നന്നായിട്ട് കൂടും. അതിന് സെയിൽസ് ഇല്ലെങ്കിൽ വലിയ പരസ്യം കൊടുക്കേണ്ടി വരും. ആട് മാഞ്ചിയം തേക്ക് ഇതൊക്കെ സ്കീംസ് 95-ലൊക്കെ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് അന്ന് കണ്ടിരുന്നത് അവർക്ക് കിട്ടിയിരുന്ന റവന്യൂവിൽ ആകെ കിട്ടിയിരുന്ന തുകയിൽ ഏകദേശം 25%-ത്തിലധികം പരസ്യത്തിന് മാത്രം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കാരണം ജനങ്ങളെ ആകർഷിക്കാൻ വേണ്ടി. കൂടുതൽ പരസ്യം കണ്ടാൽ അപ്പോൾ വിചാരിച്ചോ സംഗതി എന്തോ പിശകാണ്, നല്ല സാധനത്തിന് പരസ്യം അധികം വേണ്ട എന്നുള്ളത് ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് ഈ ഹലാലിൻ്റെ കാര്യത്തിൽ വേണ്ടത് എന്താണ്? ഒന്ന്, നിയമപരമായിട്ടുള്ള ഈ നടപടികളിലേക്ക് പോകാനായിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് നടപടികൾ എടുക്കണം. ഇതുപോലെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഗവൺമെൻറ്റിനോടും കേന്ദ്ര ഗവൺമെൻറ്റിനോടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും അതുപോലെ കോടതിയിലും നമ്മൾ ചോദിക്കണം, ഇങ്ങനെ കൊടുക്കുന്നത് ശരിയാണോ? ഇനി അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് അറിയുന്നതിനായിട്ട്, മറ്റുള്ളവർക്ക് ഹലാൽ ഏത് ഹലാൽ അല്ലാത്തതെന്ന് കൃത്യമായിട്ട് അറിയുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ എന്താണ് ഇല്ലാത്തത്, അതും നിയമപരമായിട്ട് അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടതല്ലേ? അത് ഉറപ്പാക്കുകയാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ നോക്കിയാൽ, സാമ്പത്തിക വശങ്ങൾ ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് നല്ല തുക ഈടാക്കുന്നുണ്ട്. അത് ഓരോ വർഷമാണ്. അപ്പം നല്ലൊരു തുക അതിന് വരുന്നുണ്ട്. ഇത് കൂടാതെ ആ സ്ഥാപനത്തിൽ സർട്ടിഫിക്കറ്റിൻ്റെ കൊടുക്കുന്നതിനുള്ള നിബന്ധനയുടെ ഭാഗമായിട്ട് 1/3 വർക്കേഴ്സ് ഷാൽ ബി മുസ്ലിംസ്. അപ്പോൾ ഇപ്പോൾ ഇത് അറിവിന് മാത്രമല്ല, ഇപ്പോൾ വലിയ വലിയ അറവശാലകളിലെല്ലാം യന്ത്രങ്ങളാണ് ഈ പാവം മൃഗങ്ങളുടെ കഴുത്ത് അറുത്ത് കൊണ്ടുപോകുന്നത്. അതിൽ ഈ പരിപാടി ഇല്ല. അപ്പോൾ അവർ അതിൽ എഴുതി ബിസ്മി അതിൽ എഴുതിയിരിക്കുക എന്നാണ് പറയുന്നത് വാളിൽ. അപ്പോൾ അതിൽ അങ്ങനെയാണത് വിട്ടുന്നത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഹലാല് എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ ആൾക്കാർക്ക് ആവശ്യമായിട്ടൊരു ഒന്നാണെങ്കിൽ അത് അവരിൽ മാത്രം പോകുന്ന വിധത്തിൽ നോൺ ഹലാലും പ്രത്യേകമായിട്ട് സർട്ടിഫിക്കറ്റും പ്രത്യേകമായിട്ട് സ്ഥലങ്ങളും ആവശ്യമായിട്ട് വരും, നിയമപരമായിട്ട് തന്നെ. ഇത് കണ്ടെത്തുക എന്നുള്ളത്, നിയമപരമായിട്ട് തന്നെ കണ്ടെത്തുക എന്നുള്ളത് ആവശ്യമാണ്. ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കറ്റ് ഈ ഇസ്ലാം മതത്തിൽപ്പെട്ടവർ മാത്രമല്ലല്ലോ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു പതാഞ്ജലി പോലും ഹലാൽ സർട്ടിഫിക്കറ്റ് എടുത്ത് സാധനങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇത്തരം വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് മേഖല, GCC രാജ്യങ്ങൾ, മലേഷ്യ, ഇന്തോനേഷ്യ അതുപോലുള്ള രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാനായിട്ട് ഉള്ള സൗകര്യത്തിനാണ് ഇവർ ചെയ്യുന്നത്. ഈ സാധനങ്ങൾ മുഴുവൻ അവർ ഇന്ത്യയിലും കൂടി അതേപോലെ തന്നെ നടപ്പാക്കി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ടെററിസം ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലേക്കാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് ജോലിയുടെ കാര്യത്തിൽ, ഇപ്പോൾ ഹലാലായിട്ടുള്ള ടേബിൾസ് വേണമെന്ന് പറഞ്ഞാൽ ഹലാലായിട്ടുള്ള ടേബിൾസ് ഉണ്ടാക്കണമെങ്കിൽ ആ ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ 33% മസ്റ്റായിട്ട് മുസ്ലിംസ് തന്നെ ആയിരിക്കണമെന്ന് നിബന്ധന വരും. അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ത് വരുന്നു? ഇത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പലപ്പോഴും കണ്ടിട്ടുള്ളത്, ശരിക്കും ഇതിനൊരു രാജീവ് സിംഗ് നല്ലൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അത് സക്കാത്ത് കൊടുക്കുന്നതിനും എല്ലാത്തിനും ഈ റിലീജിയസ് ചാരിറ്റി ആയിട്ട് ഇതുപോലെ കിട്ടുന്ന പണത്തിൽ നല്ലൊരു ഭാഗം ഇതിലെങ്ങനെയാണ്, ദിസ് ഈസ് നോട്ട് ഹലാൽ, ദിസ് ഈസ് ഹലാലോനോമിക്സ്, എക്കണോമിക്സ് എന്ന് പറയുന്ന പോലെ എയിംഡ് അറ്റ് കൺവേർട്ടിംഗ് നോൺ മുസ്ലിംസ് ഇൻടു മുസ്ലിംസ്. അതായത് അമുസ്ലിംസിനെ മുസ്ലിംസായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് രണ്ട് വിധത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡായിട്ടാണ് ഇത് ഈ സിംഗിൻ്റെ സ്റ്റഡിയിൽ കണ്ടെത്തിയിരിക്കുന്നത്. Halal certification for non-animal products should not be ignored either. Although outwardly different, fundamentally, the certification process for both are the same and are intended to achieve the same objective. അപ്പോൾ ഇതേപോലെ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള ജോലി കിട്ടുന്നത് സംബന്ധിച്ചുള്ള, അതുപോലെ ഈ ഫണ്ട്സിൽ ഇപ്പം നമ്മൾ
ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ വളരെയധികം സ്ഫോടന കേസുകളിലും ഒക്കെ ഉള്ള പ്രതികളെ പലരെയും ഫൈനാൻഷ്യലായിട്ട് സഹായിക്കുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ കാണാൻ സാധിക്കും. അതാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു ഭീകരവാദത്തിൻ്റെ പുറകിലേക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇതിൽ രണ്ടാമത്തെ ഇഷ്യൂ വരുന്നത്? അപ്പം ഭീകരതയുടെ ഇഷ്യൂ അങ്ങനെയാണ് ഇത് ഭീകരതയുടെ ഇഷ്യൂ അങ്ങനെയാണ് കടന്നു വരുന്നത്. സാമ്പത്തികം നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതില്ലാതെ ഒരാൾക്കും ചെലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എല്ലാ സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഇല്ലാതായി തീരും എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് മറ്റ് സമൂഹങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഈ വിധത്തിലുള്ള നേരിട്ടും അല്ലാതെയുമുള്ള അടിച്ചേൽപ്പിക്കലിലൂടെ സാധിക്കുന്നു. ഇതാണ് ഹലാലിൽ ഒരു കാര്യം സംഭവിക്കുന്നത്. ആരും അറിയുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും നോക്കുമ്പോഴറിയാം തൊഴിൽ കുറേയധികം നഷ്ടപ്പെട്ടു, കച്ചവടം നടത്താൻ സാധിക്കുന്നില്ല, ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ആ വിധത്തിലേക്ക് ആണ് ഇതിൻ്റെ സാമ്പത്തികമായ വശങ്ങൾ പോകുക. ഇനി വരുന്നതാണ് ഇതിൽ രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്നാൽ ഇപ്പം ഞാനൊക്കെ ഇവിടെ ഇപ്പോൾ RV ബാബു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്താണുള്ളതിന് നമുക്കൊരു ഇപ്പോഴുണ്ടായൊരു നിമിത്തം. അപ്പോൾ അദ്ദേഹത്തിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ഇവിടെ ഇത് പറയാൻ ആർക്കെങ്കിലും ഹലാൽ വേണമെന്ന് വെച്ചാൽ ഹലാൽ ഇല്ലാത്തതും വേണം എന്ന് പറയാനുള്ള അധികാരമില്ലേ? ആ സ്വാതന്ത്ര്യമില്ല. ഇപ്പം കേരളത്തിൽ ഞാനൊരിക്കൽ സർക്കാർ ബുക്കിൽ ജനന മരണ നിരക്ക് പറഞ്ഞു, ഉടനെ എൻ്റെ പേരിൽ കേസാണ്. മനസ്സിലായോ? അതെല്ലാം കോടതിയിൽ തള്ളിക്കളഞ്ഞെന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? ഇത് പ്രചരിപ്പിക്കാതിരിക്കാനായിട്ട്, അതായത് ഇത്തരം കാര്യങ്ങൾ ആരും പറയാതിരിക്കാനായിട്ട് കൂടി വളരെ ക്ലിയർ ആയിട്ടുള്ള നടപടികൾ എടുത്തിട്ടാണ് പലരും ചെയ്യുന്നത്. അത് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, വളരെയധികം സ്ഥലത്ത് ഇത്തരം കേസുകൾ കുന്നുകൂടുന്നത് കാണും. അതേസമയം 10 വർഷം കൊണ്ട് കേരളത്തെ ഇസ്ലാമൈസ് ചെയ്യാമെന്ന് പറയുന്നതിനൊന്നും ഒരു കേസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ 2 ദിവസം തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, സോഷ്യൽ മീഡിയയിൽ നോക്കിക്കോളൂ, എവിടെയൊക്കെ വാളവേന്തി എവിടെയെല്ലാം പ്രകടനം നടത്തി, അവിടെയൊക്കെ ഏതെങ്കിലും കേസുകൾ വന്നിട്ടുണ്ട്. ഇതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ കേട്ടിട്ടുള്ളത് സാമൂതിരിയൊക്കെ ഒരു കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഹിന്ദു കുടുംബങ്ങളോടും ജനിക്കുന്ന ഒരു കുഞ്ഞിനെ ഇസ്ലാമിക് ഇതിൽ വളർത്തണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാമൂതിരിയുടെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മുക്കുവരും കടൽ തീരത്തുള്ള മറ്റു ഹിന്ദുക്കളും ജനിക്കുന്ന കുട്ടിയിൽ ഒരാൾ ഇസ്ലാമായിട്ട് വളർത്തണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇത് വളർന്നു വന്നത്. അപ്പോൾ നമ്മൾ എല്ലാം സ്വീകരിക്കാനായിട്ട് തയ്യാറായി നിന്നിരുന്നു. ആ സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തത് തന്നെ പോകുന്ന കാര്യങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നിയമപരമായി നടപടികൾ പൂർണ്ണമായിട്ടും സ്വീകരിക്കുക. 2, ഇത്തരം കാര്യങ്ങളിൽ നല്ല പ്രചരണം നടത്തുക. ഇപ്പം നമ്മുടെ രാജ്യത്തിനെ ഇല്ലാതാക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും നമ്മൾ അറിയാതെ പഠിച്ചു മനസ്സിലാക്കുന്ന ഒന്ന് എന്താണ്? ഭാരതം എന്ന ഒന്നില്ലായിരുന്നു. ഇത് തുന്നിച്ചേർത്തൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കപ്പെടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെയാണ് ഇപ്പം ഖലിസ്ഥാൻ. ഇപ്പം നോക്കിയറിയാം, കർഷകരുടെ സമരത്തിന് എന്താ കാരണം? ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ഈ മണ്ടികൾ കൊണ്ടു നടന്നവരുടെ ഏകദേശം 50,000 കോടി രൂപയോളം ഒരു വർഷം കിട്ടുന്നത് ഇല്ലാതായി എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നം. അതല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും സമരം കാണുന്നുണ്ടോ? അത് സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നു. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? ടൂൾ കിറ്റ്. ഇപ്പം നിങ്ങൾ കണ്ടു, ടൂൾ കിറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞു 21 വയസ്സായ പെൺകുട്ടിയാണ്. അജ്മൽ കസബിന് 21 വയസ്സുണ്ടായിരുന്നു. പക്ഷെ പാവത്തിന് തൂക്കി കൊന്നു, അല്ലേ? അപ്പം അതുകൊണ്ട് ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് ഒരു മീഡിയ ബിൽഡപ്പ് നമ്മുടെ രാജ്യത്ത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നവരെ ഇല്ലാതാക്കാനായിട്ട് അത് പല വിധത്തിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കും. രണ്ടാമത്, വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങളെ കാലത്ത് പഠിച്ചിരുന്ന ടെക്സ്റ്റ് ബുക്കിലാണ് ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നത്. അതിൽ ഇന്ത്യയെ പറ്റിയും ഭാരതത്തെ പറ്റിയും അങ്ങനെയുള്ളതിനെ പറ്റിയും എന്തൊക്കെ പഠിക്കുന്നുണ്ട്? മൂന്നാമത്, ഫണ്ടിങ്. ഇപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പം പൊന്തി വരാൻ എന്താ കാരണം? കഴിഞ്ഞ കുറേ വർഷങ്ങൾ വളരെ സുഗമമായി നടന്നത് 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായ ഒരു
ഗവൺമെൻറ് വന്നതിന് ശേഷം പലതും ഇല്ലാതായി. നോട്ട് നിരോധനം മുതൽ NGO-കളുടെ പണം നിയന്ത്രിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ വളരെയധികം കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റാതെ വന്നിരിക്കുന്ന വലിയ വിഷമങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഇന്ത്യയെ വിഘടിപ്പിച്ച് വിവിധ രാജ്യങ്ങളാക്കുന്നതിന് വളരെ എളുപ്പമായിരുന്നു. അതിനുള്ള ബുദ്ധിമുട്ട് വന്നു. പിന്നെ സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾക്കറിയാം, ഇതിനെല്ലാം ബുദ്ധിജീവികൾ, അതുപോലെയുള്ളവർ, ബാക്കിയുള്ളവർ, സിനിമ എടുക്കുന്നവർ, ഇവരൊക്കെ ഓരോന്നിനും സപ്പോർട്ട് ചെയ്ത് അത് അറിയാതെയും നമ്മുടെ മനസ്സിൽ കയറുന്നതിന്, തലച്ചോറിൽ കയറുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനുള്ള കോർഡിനേഷൻ നാഷണലായിട്ടുണ്ട്, ഇൻ്റർനാഷണലായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അവസാനമായിട്ടുള്ളതാണ് ജനസംഖ്യാ വിസ്ഫോടനം. ജനസംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് നിയമപരമായിട്ട് ഈ നടപടികളിലേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കൃത്യമായിട്ട് ആ കാര്യങ്ങളിലേക്ക് പോവുക. കാരണം ഇന്ത്യയിൽ അനുവദനീയമായ നിയമങ്ങൾ അനുസരിച്ച് ഇത് സാധ്യമാണോ? സാധ്യമാണെങ്കിൽ ഈ കടകളിൽ ഇപ്പോൾ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ചായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തായാലും ഹലാൽ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നോൺ ഹലാൽ വേറെ സ്ഥലത്തുണ്ടായേ പറ്റും. കാരണം എനിക്ക് ഇതൊന്നും നോക്കിയിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതും രണ്ടും വ്യത്യസ്തമായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഹലാൽ ഫുഡ് ഒന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നോൺ ഹലാൽ ഏരിയ കൃത്യമായിട്ടുണ്ടാകണം. അത് ഏത് കടയായാലും, ആരുടെ കടയായാലും മനസ്സിലായോ? ഒരു കടയിൽ ഇന്ന സാധനങ്ങൾ മാത്രമേ കൊടുക്കുന്നു പറഞ്ഞ് ലൈസൻസ് വരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിക്ക് മാത്രമേ എവിടെ കയറാൻ പറ്റുള്ളൂ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടാകണം. മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ സംഭവിക്കുന്നത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കൊണ്ടാണ്. വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇല്ലാതാക്കാൻ ഇപ്പോഴെങ്കിലും ഒരു വഴിയുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പോഴും കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിൻ്റെ തീവ്രതയും അപകടങ്ങളും ഒന്നും മനസ്സിലായിട്ടില്ല. എനിക്കൊരു മതത്തിനോടും പ്രത്യേകിച്ച് യാതൊരു വിരോധമില്ല. പക്ഷേ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം വേണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് 4 പേരെങ്കിലും എനിക്ക് മക്കയിൽ പോയിട്ടുള്ള അവരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടെന്നുള്ള സംസം വെള്ളം അടക്കമുണ്ടെന്നുണ്ട് എനിക്ക് ഉപയോഗിക്കാൻ യാതൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മറിച്ച് പലർക്കും അത് സാധ്യമല്ല എന്നൊരവസ്ഥയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അവിടെയാണ് അറിവിൻ്റെ തുടക്കം ഉണ്ടാകേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന പോലെ വളരെ ഇന്നസെൻ്റ് അല്ല, നിഷ്കളങ്കമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് പോലും എന്ത് ചെയ്യണം? ഇലക്ഷനിൽ ജയിക്കാൻ മാത്രമല്ല വോട്ട് ചെയ്യേണ്ടത്, തോൽപ്പിക്കാനും വോട്ട് ചെയ്യണം. മനസ്സിലായോ? അത് എങ്ങനെയാണ് വേണ്ടത്? നമ്മൾക്ക് 2 ശത്രുക്കളുണ്ടെങ്കിൽ, ഒരാൾ 1-ാം നമ്പർ ശത്രു, ഒരാൾ 2-ാം നമ്പർ ശത്രു ആണെങ്കിൽ ആദ്യം 1-ാം നമ്പറുകാരനെ തോൽപ്പിക്കുകയെങ്കിലും ചെയ്യുക കുറേ സ്ഥലങ്ങളിൽ. അതും ഒരു കാര്യം കൂടി വളരെ കൃത്യമാണ്. സനാതന ധർമ്മത്തിന് എതിരായിട്ട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് ആരാണ്? അത് കൂടുതലും ഹിന്ദു നാമധാരികളാണ്. നാമം ഹിന്ദു നാമധാരികളാണ്, പക്ഷെ പ്രവർത്തനം അതിൻ്റെ നേരെ എതിരെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, 1 നിയമപരമായിട്ടുള്ള നടപടികൾ, 2 വോട്ടിൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ട് ഒരു തീരുമാനമെടുത്ത്, ഇവനാണ് നമ്മളെ ഏറ്റവും അധികം ഉപദ്രവിക്കുന്നത്, ഈ തവണ ഇവൻ ഇലക്ഷനിൽ ജയിക്കരുത്, ഇങ്ങനെ തീരുമാനമെടുത്ത് കുറേ പേരെങ്കിലും തോൽപ്പിക്കാൻ കൂടിയുള്ള ഒരു സന്നദ്ധത ഇപ്പോഴെങ്കിലുമുള്ള, എനിക്ക് തോന്നുന്നു ഒരു 10-25% പേരെങ്കിലും ഇപ്പം ഇതിലേക്ക് കിട്ടിക്കാണും. അത് അത്ര മുഴുവൻ വരാത്തത് പല കാരണങ്ങൾ കൊണ്ടായിരുന്നു. പക്ഷേ അതും മനസ്സിലാക്കി കൊടുക്കുക. പ്രചരണം നല്ല രീതിയിൽ പ്രചരണം നടത്തുക. പ്രചരണം ഏതെങ്കിലും വിഭാഗത്തെ ആക്രമിക്കാനോ ഒന്നുമല്ല, പക്ഷെ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ ചരിത്രപരമായിട്ട് ചെയ്ത അബദ്ധങ്ങൾ എന്തെല്ലാമാണ്, ആ അബദ്ധങ്ങൾ ഇനിയും തുടർന്നാൽ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക, ലോകത്ത് എന്താണ് സംഭവിച്ചത് മറ്റു രാജ്യങ്ങളിൽ. നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? അതുകൊണ്ട് ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുക. കഴിയുന്നതും അത്രയധികം പേർക്ക്, ഇപ്പൊ കുറച്ചധികം പേർക്ക് ഇത് ബോധം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിരീശ്വരവാദിയായിരുന്നു ഞാനൊക്കെ ഈ സ്ഥിതിയിലായത്. ഈ ബോധം എനിക്ക് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിനുള്ള ഭീഷണി, ഭയം, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇത് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാതെ നമ്മൾ എല്ലാത്തിനെയും 2 കൈയും വെച്ച് സ്വീകരിക്കുകയും, ഇപ്പൊ ഫിസിക്സിൽ പറയും, ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ.
പക്ഷേ സാമൂഹികമായി ഇന്ത്യയിൽ സംഭവിച്ചത് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സാമൂഹികമായിട്ടുള്ള പ്രതിപ്രവർത്തനത്തിന് സമൂഹത്തെ തയ്യാറാക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിനുള്ള ഒരു പ്രതിവിധി. ഇതാരെങ്കിലും ആക്രമിക്കാനോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകാനുമല്ല. പക്ഷേ ബുദ്ധിപരമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ എത്ര ഉയരത്തിൽ നിൽക്കുന്നവരാണ്, നിങ്ങളുടെ ചിന്തകൾ എത്ര ഉയരത്തിലാണ്. അതിനുവേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താണ്? ആദ്യം സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആ സംവിധാനം എങ്ങനെ ഉണ്ടാക്കണം? ക്ഷേത്രങ്ങളിൽ അത് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആദ്യം ഇത്തരം കാര്യങ്ങളിൽ തികച്ചും കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകണം. എന്തിനാണ് ഒരു മാസിസ്റ്റുകാരൻ അമ്പലത്തിൽ വന്നിരിക്കുന്നത്? അയാൾക്ക് ദൈവമില്ല, ഈശ്വരവിശ്വാസമില്ല. അപ്പൊ അയാൾ വിശ്വാസം ഇല്ലാത്ത സ്ഥലത്ത് പോയിരുന്നാൽ മതി. എന്തിനാണ് അമ്പലം നോക്കാൻ വരുന്നത്? അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഭാവിയിൽ അപകടങ്ങളിലേക്ക് ചാടാതെ, നമ്മുടെ ഏകദേശം ഇത്രയും വെള്ളം വന്ന് നിൽക്കുകയാണ് നമ്മൾ, ഇനി മൂക്ക് പോലും മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ എത്താതെ മാറണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, അത് പ്രചരിപ്പിക്കാനായിട്ട് കൂടുതൽ സമയമെടുക്കുക. കോടതികളിൽ കേസുകളും ഇതുപോലെ നിയമപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുക. കള്ളക്കേസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായിട്ട്. ഇപ്പം എനിക്കെടുത്ത കേസിലൊക്കെ ഹൈക്കോടതി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. സുപ്രീം കോടതി പോയിട്ട് പലർക്കും പിഴ ഇട്ട് കൊടുത്തു കള്ളക്കേസ് എടുത്തതിന്. അപ്പോൾ ഈ കേസൊക്കെ നടത്തണമെങ്കിൽ നമുക്കും ചിലവ് കൂടുതലുണ്ട്. അതൊരു സമൂഹം ഏറ്റെടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം പ്രവണതകൾ ഇല്ലാതാക്കുക. ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഈ രാഷ്ട്രീയ സാമ്പത്തിക ഭീകരത ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾക്ക് മാറ്റാനാകും. അപ്പോൾ അതുകൊണ്ട് ഹലാൽ എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കേണ്ട സാധനമില്ല. അതിന് ഉപയോഗിക്കേണ്ട ആൾക്കാർക്ക് ഉപയോഗിക്കാം. പക്ഷെ അല്ലാത്തവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അതിൻ്റെ ഉൽപാദനത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതുപയോഗിച്ച് ഒരു സമൂഹത്തിനെ മാറ്റിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.